നമസ്കാരം. അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മുടെ പോർട്ടിൽ 2 മദർ വെസലുകളും ഏറ്റവും കുറഞ്ഞത് 1 ഫീഡർ വെസലും ഒരേ സമയത്തുണ്ടാകും. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സാധാരണഗതിയിൽ പൈലിംഗിന്റെ വാർത്തകൾ ഇതിനകം പുറത്തു വരേണ്ടതായിരുന്നു. കഴിഞ്ഞ ആദ്യഘട്ടത്തിലെ തുടക്കത്തിൽ ബർത്തിന്റെ പൈലിംഗ് നടക്കുന്ന സമയത്തൊക്കെ പരാതിയും വാർത്തകളുമായി മാറിയിരുന്നു. വീട് വിണ്ട് കീറുന്നു, അവിടെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല തുടങ്ങിയ പല ആരോപണങ്ങൾ വന്നിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു ആരോപണം നമുക്ക് കേൾക്കാതിരിക്കാൻ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പൈലിംഗിന്റെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യമായിട്ട് നമുക്കൊരു ചിത്രം കിട്ടുകയാണ്, അവിടെ നിന്നൊരു വീഡിയോ കിട്ടുകയാണ്. ബർത്തിന്റെ നീളം, അടുത്ത ഘട്ടത്തിലോട്ട് നീളുന്ന ബർത്ത് എവിടെയായിരിക്കും വരുന്നത് എന്ന് കാണാവുന്ന ഒരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. ഔദ്യോഗികമായി മനസ്സിലാക്കുന്നത്, ചിത്രം അയച്ചു തന്നത് പതിവ് പോലെ ശ്രീ ഓമനക്കുട്ടനാണ്. ഔദ്യോഗിക വെർഷൻ അടുത്ത ഡിസംബർ വരുന്ന ഡിസംബർ ആൻഡ് ജനുവരി തുടക്കം 2027 തുടക്കത്തിൽ നമുക്ക് 400 മീറ്റർ ബർത്ത് കൂടി ഉണ്ടാവും. അപ്പോൾ 800 പ്ലസ് 400 1200. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ 1200 ആകുമ്പോൾ വളരെ സേഫായിട്ട് 2 മദർ വെസൽ പ്ലസ് ഫീഡർ വെസൽ പ്രവേശിപ്പിക്കാൻ പറ്റും. അങ്ങനെ പ്രവേശിപ്പിക്കാൻ കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള കപ്പലുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. MSCയുടെ 1000ാമത്തെ കപ്പൽ നീറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അഡ്മിറൽ നെപ്റ്റ്യൂൺ ആണ് കപ്പലിന്റെ പേര്. ഇപ്പോൾ ബെൽജിയത്തെ ആന്റോർ പോർട്ടിലുണ്ട്. ഈ സെക്ടറിൽ വരുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇത്ര അധികം കപ്പലുകൾ ഒരു കമ്പനിക്ക് തന്നെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ബർത്ത് 2000 പോരാ, അടുത്ത 5000-ഓ 10000-ത്തിലോട്ടൊക്കെ നീളേണ്ടതാണ് ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം ജിയോ പൊളിറ്റിക്സ് അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ 400 മീറ്റർ, അത് കഴിഞ്ഞ് വീണ്ടും 400 മീറ്റർ, അത് കഴിഞ്ഞ് വീണ്ടും 400 മീറ്റർ എന്നുള്ള നിലയ്ക്കായിരിക്കും ഇതിന്റെ കമ്മീഷനിങ് നടക്കുന്നത്. 800 കഴിഞ്ഞ് 1200, 1200 കഴിഞ്ഞ് 1600, 1600 കഴിഞ്ഞ് 2000. അതാണ് അദാനി ഗ്രൂപ്പുമായിട്ടുള്ള കരാർ അനുസരിച്ച് നിർമ്മിക്കുന്നത്. 2028 കൂടി 2000 മീറ്റർ ബർത്തും 4000 മീറ്റർ ബ്രേക്ക് വാട്ടറും പൂർത്തിയാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചിന്തകൾ നമ്മൾ ഇപ്പോഴേ ആരംഭിക്കണം. എന്തായാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ നമ്മൾ അവതരിപ്പിച്ചല്ലോ, കബട്ടാഷ് നിയമം അനുസരിച്ച് ആഗോള കപ്പൽ കമ്പനികൾ ഇന്ത്യയിലോട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന MSCയുടെ കാര്യം നമ്മൾ അറിഞ്ഞില്ല എന്ന്. MSCയുടെ കാര്യം ഒരു കപ്പൽ മേഖലയിലെ പ്രൊഫഷണൽ തന്നെ നമുക്ക് കൈമാറിയിട്ടുണ്ട്. ആസ് പെർ റിപ്പോർട്ട്സ്, വി അണ്ടർസ്റ്റാൻഡ് MSC is already in process of flagging some of their vessels to Indian registry. തുടങ്ങിക്കഴിഞ്ഞു, അവര് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 12 കപ്പലുകളാണ് MSC ഇന്ത്യൻ ഫ്ലാഗിലോട്ട് മാറുന്നത്. അതിന്റെ ആദ്യപടിയായിട്ട് 2 വെസലുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2029-31 കൂടി 12 വെസലുകൾ, എല്ലാം ഫീഡർ വെസലുകളാണ്. മുണ്ട്ര, JNPT, മംഗലാപുരം, കൊച്ചി, TRV, തൂത്തുക്കുടി തുടങ്ങിയ ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളെയും കണക്ട് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും. 3000, 5000 TU റേഞ്ചിലുള്ള കപ്പലുകളാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ബട്ട് ഇഫ് അവർ ഗവൺമെന്റ് പ്രോസസ്സസ് ആർ ടൈം കൺസ്യൂമിംഗ്, TRV മൈറ്റ് ബി അറ്റ് ഡിസഡ്വാൻറ്റേജ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നീണ്ടുപോവുകയാണെങ്കിൽ, ഫയൽ നീക്കം, ചുവപ്പ് നാട നീണ്ടുപോവുകയാണെങ്കിൽ അത് ഏറ്റവും നെഗറ്റീവായിട്ട് TRVയെ ബാധിക്കും. ആസ് നിയർ ബൈ പോർട്ട്സ് ലൈക്ക് കൊളംബോ ആൻഡ് ഹംബൻടോട്ട മേ ടേക്ക് അഡ്വാൻറ്റേജ്. ഇവിടെ ഈ കബട്ടാഷ് നിയമക്കുരുക്കിൽപ്പെട്ട് ക്ലിയറൻസുകൾ വേഗത്തിൽ കൊടുത്തില്ലെങ്കിൽ, അപ്പോൾ കപ്പൽ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ വേഗത കൂട്ടിയില്ലെങ്കിൽ, കബട്ടാഷ് നിലവിൽ വരികയാണെങ്കിൽ ഈസി ആയിട്ട് MSCക്ക്, നമ്മുടെ സാഹചര്യത്തിൽ MSCക്ക് കൊളംബോയിലോട്ടും ഹംബൻടോട്ടയിലോട്ടും അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റാൻ എളുപ്പമാകും. We need the operator Adani, state and central governments to catalyze the flagging process
ഓർ എക്സ്റ്റെൻഡ് ദ കെപ്പറ്റാഷ് ഡെഡ് ലൈൻ. രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്നുകിൽ കെപ്പറ്റാഷിന്റെ ഈ സമയം കുറച്ചുകൂടെ നീട്ടണം, ഇല്ലെങ്കിൽ ഈ റീഫ്ലാഗിംഗ് എന്ന് പറയാം, വേറൊരു രാജ്യത്തിന്റെ പേരിലിരിക്കുന്ന ഫ്ലാഗിംഗ് പ്രക്രിയ ഇന്ത്യയിലോട്ട് മാറ്റുന്ന നടപടി വേഗത്തിലാക്കണം. enabling carriers to transship Indian cargo in an Indian port like TRV. TRVയിൽ തന്നെ തുടർന്നും മുന്നോട്ട് പോകണമെങ്കിൽ ഈ തരത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിർവഹിക്കണം. ഈ കബട്ടാഷ് നിയമം അനുസരിച്ച് എല്ലാം കടലിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെ കരയിലിരിക്കുന്നവരെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഷിപ്പിംഗ് പ്രൊഫഷണൽ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഓപ്പണിംഗ് ഗേറ്റ്സ് ഫോർ ലോക്കൽ ഷിപ്മെന്റ്സ്, ഗേറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർഗോ കൊണ്ടുപോകുന്നത് വളരെ പ്രധാനമാണ്. via TRV should be under the priority task for the new state government. പുതിയ ഗവൺമെന്റിന്റെ ആദ്യത്തെ നടപടികളിൽ ഒന്നായിട്ട് അത് മാറേണ്ടതുണ്ട്. കാരണം അത് ഇപ്പോ ഗേറ്റ് ഈ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 655 ദിവസമാണ്. കപ്പൽ ഇവിടെ വന്നു തുടങ്ങിയിട്ട്, സാൻ ഫെർണാണ്ടോ വന്നു തുടങ്ങിയിട്ട് 655 ദിവസം ഇതുവരെ ഒരു കണ്ടെയ്നർ പോലും പുറത്തു പോയിട്ടില്ല, അകത്തോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് പുതിയ സ്റ്റേറ്റ് ഗവൺമെന്റ്, പഴയവരുടെ കാര്യം ഇനി നമ്മൾ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല, പുതിയ ആളുകളുടെ പ്രയോറിറ്റി ആയിട്ട് ഇതിനെ കണ്ട് നടപടി സ്വീകരിക്കണം. ഫോർ ദ ന്യൂ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് വി ഷുഡ് റേറ്റ് ദം, നമ്മൾ എന്നിട്ട് വേണം ഗവൺമെന്റിനെ വിലയിരുത്താൻ. വി ഷുഡ് റേറ്റ് ദം ഹൗ ഫാസ്റ്റർ ദേ അച്ചീവ് ദിസ് ആൻഡ് സപ്പോർട്ട് TRV പോർട്ട് പ്രൊജക്ട്. നമുക്ക് വലിയ സംശയങ്ങളുണ്ട്. പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയില്ല. എന്നാൽ തന്നെയും നമ്മൾ വിചാരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ നമുക്ക് വലിയ സംശയങ്ങളുണ്ട്. നമ്മുടെ പോർട്ടിനെ അദ്ദേഹം എത്രത്തോളം സഹായിക്കും എന്നുള്ളതിൽ വലിയ സംശയങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മുടെ സമ്മർദ്ദം എത്രയും പെട്ടെന്ന് ഗേറ്റ് തുറക്കുക എന്നതിൽ ആയിരിക്കണം. സാധാരണഗതിയിൽ നമ്മളെപ്പോലെ ഈ പ്രോഗ്രാം ചെയ്യുന്ന ടെലിവിഷൻ കണ്ടന്റ് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടന്റുകൾ ചെയ്യുന്നവരുടെ റിപ്പോർട്ടുകളെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാറില്ല. പക്ഷെ നമ്മളോട് ആരെങ്കിലും അത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ. നേരത്തെ തന്നെ അത് അന്വേഷിച്ച് വെച്ചിരുന്നതാണ്. ഇന്നലെ ഒരു സുഹൃത്ത്, ഞാൻ പേര് നോട്ട് ചെയ്തില്ല, ചോദിച്ചു, ഇവിടെ ഒരു ക്രൂയിസ് വെസൽ വരുന്നതിനെ കുറിച്ച് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്, എന്താണ് എന്ന് ഒരു സത്യാവസ്ഥ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞേ പറ്റൂ, ഒരു ക്ലാരിറ്റി കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരു വാർത്ത എനിക്ക് ചിലർ അയച്ചു തന്നിരുന്നു, ഇത് ശരിയാണോ? അപ്പോൾ എന്റെ അന്വേഷണത്തിൽ സാധ്യതയില്ല. ഒന്നാമത് അതിനകത്ത് പറയുന്നത് അടുത്ത മാസം ക്രൂയിസ് കപ്പൽ വരുമെന്നാണ്. അടുത്ത മാസം എന്ന് പറയുന്നത് മൺസൂൺ ആണ്. ഒരിക്കലും മൺസൂൺ സമയത്ത് ഒരു ക്രൂയിസ് വെസൽ വരാൻ സാധ്യതയില്ല. രണ്ടാമത് പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികൾ, കസ്റ്റംസിനോട് ഞാൻ ചോദിച്ചു, അപ്പൊ കസ്റ്റംസ് കൈമലർത്തി, അവരറിഞ്ഞിട്ടില്ല. 5000 പേരെ കൊണ്ടുവരുന്നതിന് ഇപ്പോഴേ ഒരുക്കം തുടങ്ങിയില്ലെങ്കിൽ 5000 പേര് കടലിൽ തന്നെ കിടക്കേണ്ടി വരും. അപ്പൊ കസ്റ്റംസ് അറിഞ്ഞിട്ടില്ല. അദാനിയുടെ ഉദ്യോഗസ്ഥരും കൈമലർത്തി, അവരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അവർ ഇതൊരു സ്വതന്ത്ര മാധ്യമ മേഖലയാണ്. ഞങ്ങളൊക്കെ തുടങ്ങുന്ന കാലത്ത് ഈ പറയുന്ന സെൻസർഷിപ്പിന്റെ ഏറ്റവും വലിയ പീഡനങ്ങൾ അനുഭവിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ മരിച്ചു പോവുകയും ചെയ്ത, സെൻസർഷിപ്പിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ മരിച്ചു പോവുകയും ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെൻസർഷിപ്പും ഇല്ല, ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന ഒരവസ്ഥയിൽ വഴിയെ പോകുന്നവരൊക്കെ കയറി പറയുകയാണ്, അടുത്ത മാസം ഇവിടെ 5000 പേരെയും കൊണ്ട് മലേഷ്യയിൽ നിന്ന് ക്രൂയിസ് കപ്പൽ വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ ബന്ധപ്പെട്ട ആരെങ്കിലും അത് അറിയണ്ടേ? ആരും അറിയാതെ രഹസ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പോകാമോ? ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എന്ത് തന്നെ പറയുന്നു, ഫിഷിംഗ് ഹാർബറിലാണെങ്കിലും ഓക്കെ, ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ വരുന്നതിന് ബന്ധപ്പെട്ട രണ്ട് ഏജൻസികളും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കൗതുക വാർത്ത, ഇത് വ്യാജ വാർത്തയെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ അമിത താല്പര്യം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. ഇത്തരം കൗതുക വാർത്തകൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. മറ്റൊരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചത്, ചൈനയെ വെഴിഞ്ഞ മാഴിച്ചു ബീറ്റാക്കിയെന്ന്. എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. ചൈന എന്താണ്, ചൈന എവിടെ നിൽക്കുന്നു, ആ ചൈന എന്നുള്ള വാക്കുച്ചരിക്കാൻ നമ്മൾ യോഗ്യരായിട്ടുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അവരെ ബീറ്റ് ചെയ്യണം, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ തന്നെ വിഴിഞ്ഞം ഇന്ത്യ ബീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും മനസ്സിലായി, വിഴിഞ്ഞം ചൈനയെ ബീറ്റ് ചെയ്തു, 8ന്റെ പണി കൊടുത്തു. എനിക്കറിയില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരല്പം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആളുകളെ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ചെയ്യുന്നതിനെ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങൾ ചെയ്ത് ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരിക. പക്ഷെ അത് അല്പം പഠനം നടത്തി ഗവേഷണം നടത്തിയിട്ട് വേണം ഈ 8ന്റെ പണി എന്നൊക്കെ പറയാൻ. എന്തായാലും ക്രൂയിസ് വെസലിന്റെ കാര്യത്തിൽ രണ്ട് ഔദ്യോഗിക ഏജൻസി ഇനി വരുന്ന, അവര് രണ്ടുപേരും അറിയാതെ ഇനി വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. കാരണം ഇവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവായിരിക്കും. എന്തായാലും ബന്ധപ്പെട്ട രണ്ട് ഏജൻസികൾ ഇതുവരെയും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല.